ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതേ രാവിലെ എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കിച്ചണിലോട്ട് പോയി, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് പോരും. പേടിച്ചിട്ടാണ്. ഭയങ്കര പൂച്ചേനെക്കാട്ടിയും സൈലൻ്റായിട്ടാണ് കേട്ടോ ഞാൻ പോയത്. എന്നിട്ട് ഇതേ നേരെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് കയറി. കാരണം ഇന്നും ഡിനുവിന് ചോറ് കൊണ്ടുപോകാനും ഇപ്പോഴായി. പിന്നെ ഞാൻ ചോറ് കെട്ടുന്ന ദിവസം ഉണ്ടല്ലോ, ഡിനു തിരിച്ചു പോരും അവിടെ നിന്ന് ഉച്ചയാകുമ്പോൾ തന്നെ. എന്ത് മറിമായമാണെന്നറിയില്ല, എന്തെങ്കിലും കാരണത്താൽ ഡിനുവിന് പോരേണ്ടി വരും. ഇന്നും അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഇത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ ദോശയും മുട്ടക്കറിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള എഗ്ഗൊക്കെ എടുത്ത് ഞാൻ പുഴുങ്ങാനായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. രാവിലെ അപ്പോൾ ചായയൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. അമ്മ എഴുന്നേറ്റ് ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കാറ്. ഞാൻ ബാക്കി ഫുഡ് ഐറ്റംസൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കും. എന്നിട്ട് ഇതേ ഒരു കുഞ്ഞിക്കലമുണ്ട് ഇവിടെ. ആ കലത്തിലാണ് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ എപ്പോഴും വെക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടുന്ന പോലെ തോന്നും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതിലാണ് വെക്കാറ്. അതെന്താണെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ഗൈസ്. ഇപ്പോഴേ ഈ ചെടി ഉണ്ടല്ലോ, ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനത് 2 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നല്ല വേരൊക്കെ ആയിട്ട് നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 2 കളറാണ്, ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനുമാണ്. പിന്നെ ഞാൻ എന്തിനാണാവോ ഈ ഫ്രിഡ്ജ് തുറന്നത്. കുറേ നേരം ഫ്രിഡ്ജ് തുറന്ന് അവിടെ നിന്നു. എന്നിട്ട് നേരെ വന്നപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ കറി വെക്കാൻ നോക്കിയപ്പോഴാണ് കറിക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഇല്ല. കറി വെക്കണമെങ്കിൽ വെളിച്ചെണ്ണ വേണമല്ലോ. പിന്നെ തൊട്ടടുത്ത കടയിൽ പോയി ഞാനോർത്ത് വെളിച്ചെണ്ണയൊക്കെ മേടിച്ചിട്ട് വരാമെന്ന്. തൊട്ടടുത്ത് തന്നെ കടയുള്ളത് കൊണ്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ എപ്പോഴും കടയിൽ തന്നെ ആയിരിക്കും. എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് പോയി മേടിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെയാണ് എപ്പോഴും പതിവ്. അപ്പോൾ പപ്പയുടെ വഴക്ക് പറയും. പിന്നെ ഞാൻ കറിക്കൊക്കെ വേണ്ട എല്ലാ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ലൂക്കിപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ ആൾ. ഇതേ മുട്ടയൊക്കെ ഒരു മുട്ട ഞാൻ ഇതിലോട്ടും പൊട്ടിച്ചിട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഗോതമ്പ് ദോശ. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ടടിക്കുമ്പോഴാണെങ്കിൽ നല്ല കട്ടയൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ല സോഫ്റ്റായിട്ടും കിട്ടും. പിന്നെ എഗ്ഗും കൂടി ഇടുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റാകും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്. ദോശയും എഗ്ഗ് കറിയും കൂടി കഴിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ കോമ്പിനേഷൻ. പിന്നെ ഇപ്പോൾ കിച്ചണിലൊരു ഷോ ഓഫിന് ആ ഒരു ഇതെടുത്ത് ഞാൻ ഫുൾ ടൈം വീഡിയോ എടുക്കുമ്പോഴൊക്കെ അടുത്തടുത്ത് മാറ്റി മാറ്റി വെച്ചാണ് എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പണിപാളി ഗൈസ്. ഞാൻ ഈ നമ്മുടെ സംഭവം ഇങ്ങനെ പാത്രത്തിലോട്ട് പകർത്തണം. മിക്സിയുടെ ആ ജാറിൽ നിന്ന് പാത്രത്തിലോട്ട് ഇങ്ങനെ പകർത്തണ ടൈമിൽ കണ്ടോ ആ ഇലയിൽ തട്ടി അങ്ങ് വീണു. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. എന്നാലും ഞാൻ ഉപയോഗിച്ചതല്ല, കഴുകിയിട്ടാണ് ചെടി അവിടെ നട്ടത്. എന്നാലും പൊടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ആകെ ഉണ്ടായത് 2 ചാളയാണ്. അതെടുത്ത് ഡിനുവിന് വറുത്ത് കൊടുക്കാമെന്ന് ഓർത്തു. ഇന്നലെ രാത്രി മേടിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ചാളയുടെ കളിയാണ് കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് കിച്ചണിൽ നിന്നപ്പോഴാണ് പെട്ടെന്ന്, അപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുത്ത് ഡിനുവിനെ വിട്ടായിരുന്നു. ഡിനു അപ്പോൾ ഒരു 10 മണിയായപ്പോൾ തന്നെ തിരിച്ചു പോന്നു. അതെന്തായാലും ഉപകാരമായി. കാരണം പെട്ടെന്നാണ് ഞാൻ ഓർത്തത് ലൂക്കിന് ഇന്ന് വാക്സിനേഷൻ്റെ ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി വാക്സിനൊക്കെ എടുത്ത് പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോൾ പച്ചക്കറി കടയിൽ പോയാലും മേടിക്കുന്ന ഒരു സാധനമാണ്. പച്ചക്കറിയിൽ ഏത് കടയിൽ പോയാലും ഈ ഫ്രൈസ് കാണണേന് ഞാൻ മേടിച്ചുകൊണ്ട് വരും. കുട്ടികൾക്ക് അതും ബാറ്റിൻ്റെ ഷേപ്പാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ ലൂക്കിന് വാക്സിനേഷൻ്റെ പനി സ്റ്റാർട്ടായിട്ടുണ്ട്. ചെറുതായിട്ട് തുടങ്ങി വന്നതാണ്. ആൾ ഒത്തിരി ടയേർഡൊക്കെ കരയാനൊക്കെ തുടങ്ങി. ഇവനാണെങ്കിൽ ഉണ്ടല്ലോ പനി വന്നു കഴിഞ്ഞാൽ ഒരു 1.5 പനിയേ വരുള്ളൂ. അങ്ങനെ നിസ്സാര പനിയൊന്നുമല്ല, നല്ല ഹൈ ലെവൽ പനിയേ വരുള്ളൂ. പിന്നെ ചെറുതായിട്ട് ഇടയ്ക്ക് ഫിക്സും വരാറുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് അമ്മയാണെങ്കിൽ ഫുൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന് പനി വന്നാൽ ഞങ്ങൾ അപ്പം തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു പനി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല, വാക്സിനേഷൻ്റെ പനിയാണല്ലോ എന്ന് ഓർത്തൊക്കെ നമ്മൾ ഇരിക്കുകയായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ പനി പറ്റിച്ചിട്ടോ ആൾ. പനി എപ്പോഴും അങ്ങനെയാണ്. ഇവന് ആദ്യം കുറച്ച് പതുക്കെ വരും, പിന്നെ അത് നന്നായിട്ട് അങ്ങോട്ട് ഹൈ ആകും. പിന്നെ ഒരു തവണ ഫിക്സൊക്കെ വന്ന് ആംബുലൻസിൽ പോയതുകൊണ്ട് ആ ഒരു പേടി ഇങ്ങനെ മനസ്സിലെപ്പോഴും കിടക്കും നമുക്ക്. പനി വന്ന് കിടപ്പിലായ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇയാളെയാണ്. ഇയാൾക്ക് പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ കൂടെ കളിക്കാനൊക്കെ. അപ്പം ഞാൻ ആളെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് ഓർത്ത്. അമ്മ പിന്നെ ലൂക്കിൻ്റെ അടുത്ത് ഇരുന്നോളും. പിന്നെ അത് കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ അമ്മ കൊണ്ടുവന്ന് 2 ബേ ലീവ്സ് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തോ കിട്ടിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ
അപ്പോൾ നല്ല ഉണങ്ങി കിട്ടും ബേ ലീവ്സ്. ഒറ്റ ദിവസം കൊണ്ട് വെയിലത്തൊന്നും ഇട്ട് ഉണക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഇന്നെന്തേ ചാളയുടെ കളിയാണ് ഇവിടെ ഗൈസ്. 1 കിലോ ചാളയ്ക്കിപ്പോൾ ഭയങ്കര വിലയാണല്ലേ. പപ്പ വന്നിട്ട് പറയണമായിരുന്നു നല്ല ഇറച്ചിയുടെ അത്ര റേറ്റ് തന്നെ ആയിട്ടുണ്ട് ചാളക്കെന്ന്. 1 കിലോ ചാള മേടിച്ചു. ഞാൻ ലൂക്കിന് പനി വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇന്ന് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയുടെ പുഴുക്കും ചാള മുളകിട്ട് വെച്ചതും കഴിക്കാമെന്നൊക്കെ ഓർത്ത് നിന്നപ്പോഴാണ് ഇതേ ലൂക്കിന് പനി. പിന്നെ ഞാൻ ഓർത്തതല്ല, ഞാൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, അവന് പനിയല്ലേ, പിന്നെ ഇനി വെച്ചോണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ പനി കൂടിയാലോ എന്നോർത്ത് ഞാൻ വെച്ചില്ല. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി തൊട്ട് ഈ ചക്ക അങ്ങ് കൈ കിട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയ കൊതിയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണമെന്ന്. അമ്മ അപ്പോൾ പറഞ്ഞു വേണ്ട, ചക്ക വറുത്ത് കഴിക്കാതെ നമ്മൾ കുട്ടികൾക്കും കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാം, കുറച്ചെടുത്ത് എൻ്റെ പുഴുക്കിൻ്റെ ആവശ്യങ്ങൾക്കും സാധിക്കാമല്ലോ. അപ്പോൾ എൻ്റെ സന്തോഷവും നടക്കും, കുട്ടികളുടെ സന്തോഷവും നടക്കും. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചക്ക പൊക്കി നോക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അയ്യോ മണത്തൊക്കെ നോക്കുമായിരുന്നു. പഴുത്തെങ്ങാനും പോയാൽ തീർന്നല്ലോ. പിന്നെ ചക്കപ്പുഴുക്കെന്നുള്ള കൊതി അങ്ങ് നിന്നു. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ചക്ക മരം അധികം ഇല്ല കേട്ടോ ഗൈസ്. ഈ ഒരു ഏരിയയിൽ അങ്ങനെ മാങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ ചക്ക അത്ര ഇല്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാറാണ് പതിവ്. ഞാനും അമ്മയും കൂടി അപ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട് ചക്കയൊക്കെ ഉള്ള നാട്ടിൽ പോയി താമസിക്കണമെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചക്ക കഴിക്കാമല്ലോ. അപ്പോഴത്തേക്കും അമ്മ വന്നിട്ട് പറഞ്ഞു നീ ലൂക്കിൻ്റെ അടുത്ത് പോയിരുന്നു, അമ്മ കിച്ചണിലെ കാര്യങ്ങളൊക്കെ അറിയൊക്കെ വെക്കണമല്ലോ, അതൊക്കെ ചെയ്തോളാന്ന്. ഞാനപ്പോൾ അവന് ബണ്ണും പാലും കൂടി കൊടുക്കാൻ പോകണം. അതെങ്കിലും കഴിക്കുമെന്ന് ഓർത്ത് പാലാണെങ്കിൽ കുടിക്കുന്നില്ല, ബണ്ണിങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും കഴിക്കുന്നുണ്ട്. ബണ്ണ് ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പനി വന്നാലും ബണ്ണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്കിലും കഴിക്കട്ടെ എന്നോർത്ത് അത് കൊടുത്തു. റസ്ക് മേടിച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. ബണ്ണാണ് അവൻ കഴിക്കണത്. അപ്പോൾ കുറച്ചൊക്കെ ബണ്ണകത്ത് ചെന്നപ്പോൾ ഉഷാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ ക്യാമറയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് ആള്. ഇവന് പനി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ് ഫിക്സ് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ നല്ല ടെൻഷനായിരിക്കും. ചെറിയൊരു പനി വന്നാൽ കൂടി കുട്ടീനെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. വീട്ടിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കും. ഇവൻ എപ്പോഴും അങ്ങനെയാണ്. റൂത്തിന് പനി വന്നാൽ എനിക്ക് തോന്നുന്നില്ല നമ്മളത്ര മൈൻഡ് ആക്കുമെന്ന്. പക്ഷേ ഇവന് വന്നാൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ മൈൻഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവന് മെഡിസിൻ പനി വരുമ്പോൾ കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഫിക്സിൻ്റെ മെഡിസിൻ കൊടുക്കാറുണ്ട്. ഫ്രീസിയം 5 mg ആണ് കൊടുക്കാറ്. പിന്നെ പനി വന്നാൽ തുടച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ. ഒരു നിമിഷം, എൻ്റെ അമ്മയാണെങ്കിൽ ഒരു നിമിഷം പോലും തുടക്കാതിരിക്കില്ല. ഞാൻ പിന്നെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യും, പക്ഷെ വീട്ടിൽ ഒട്ടും സമ്മതിക്കാറില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ടൈമിലാണെങ്കിൽ അവർ ഫസ്റ്റ് പനി മാറാൻ പറയുന്ന കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ തുടച്ച് പനി മാറ്റാൻ ചെയ്യാൻ പറയും. അതാകുമ്പോൾ പെട്ടെന്ന് പനി മാറും. പിന്നെ ഫിക്സ് പെട്ടെന്ന് തലയ്ക്കടിക്കില്ല എന്നൊക്കെയാണ് പറയാറ്. ടാറ്റാ ടാറ്റാ ഫ്ലൈങ് കിസ് വന്നിട്ടുണ്ടോ? പിന്നെ അമ്മ കൊണ്ടുവന്ന് ചായ വന്നപ്പോൾ റൂത്ത് മോളും അതിൽ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ട്. എന്ത് കിട്ടിയാലും അവൾ കുടിക്കും. പകുതി ചായ താഴ്ത്താണ് കേട്ടോ ഗൈസ് പോകുന്നത്. അതുകൊണ്ട് ചായ വായിലോട്ട് പോകുന്നുണ്ടോയെന്നറിയില്ല. എല്ലാം ഇപ്പോൾ പോകും താഴ്ത്ത്. അങ്ങനെയാണ് ആൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസ്സിലൊക്കെ ഒറ്റയ്ക്ക് കുടിക്കാനായിട്ട്. പിന്നെ ഇവൾ ഈ ടൈമൊക്കെ നന്നായിട്ട് മുതലെടുക്കും. കാരണം ലൂക്കിന് വയ്യാതെ കിടക്കുവാണല്ലോ. അപ്പോൾ ഇവൾ ഈ ടൈം മുതലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണിന് വേണ്ടി ഒരു കരച്ചിൽ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തായാലും അവളെ അത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവനെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾ ആ ടൈം മുതലെടുത്ത് ഫോൺ വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ ഫോൺ കൊടുക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി. പക്ഷെ അതിപ്പോൾ നമ്മൾ പതുക്കെ കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വരുമല്ലോ, ADHD അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര സുലഭമാണല്ലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഫോൺ കൊടുക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അപ്പോൾ ആൾ നന്നായിട്ട് വാശി പിടിച്ചു. ലൂക്കും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഓർത്തു വാശിയല്ലേ, 2 പേരെയും കൂടി മാനേജ് ചെയ്യണ്ടല്ലോ എന്നോർത്ത് കുറച്ച് നേരമൊക്കെ കൊടുത്തു. പിന്നെ കുറേ ടോയ്സൊക്കെ ഇട്ട് കൊടുത്ത് കളിപ്പിച്ചു. പിന്നെ എല്ലാ കുട്ടികളെ പോലെ കാർട്ടൂണൊന്നും അല്ല കേട്ടോ ഇഷ്ടം ആൾക്ക്. ഇങ്ങനെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടൊക്കെ ഇല്ലേ, ഇപ്പോൾ മറ്റേ മിന്നൽ വള അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റാണു ബൊമ്പയൊക്കെ റാണു ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ അത് ഒരു എന്താ പറയുക നന്നായിട്ട് അറിയാം. എല്ലാ പാട്ടിൻ്റെ ലിറിക്സ് വരെയും പഠിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ വന്നപ്പോൾ. പിന്നെ പപ്പ ദോശ മേടിച്ചിട്ട് വന്ന് പുറത്തുനിന്ന്. എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ പുറത്തുനിന്ന് കഴിച്ചാൽ നമുക്ക് അസുഖം കൂടുതൽ വരും. അതുകൊണ്ട് വീട്ടിൽ വല്ലപ്പോഴും മേടിക്കാറുള്ളൂ. അത് ഞാൻ
കിട്ടണതൊക്കെ നന്നായിട്ട് മുതലെടുക്കും. അപ്പോൾ ഇത് ഇന്ന് ദോശയും സാമ്പാറും ചമ്മന്തിയുമാണ്. എൻ്റെ പപ്പയാണെങ്കിൽ ഹെൽത്തി ഫുഡൊക്കെ മാത്രമേ കൂടുതലും മേടിച്ച് തരൂ. ഹെൽത്തി അല്ലാത്ത ഒന്നും അങ്ങനെ മേടിച്ച് തരാറില്ല. അൽഫാം ഷവർമയൊക്കെ അങ്ങനെ പൊതുവേ നമ്മുടെ വീട്ടിൽ അധികം മേടിക്കാറില്ല. മേടിക്കണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ പുട്ട് കറി അങ്ങനെയൊക്കെ മേടിക്കാറുള്ളൂ. അപ്പോൾ ഇത് ദോശയും സാമ്പാറും അതിൻ്റെ കൂട്ടത്തിലൊരു അച്ചാറാണോ ചമ്മന്തിയാണോ എന്നറിയില്ല, ബീട്രൂട്ടിൻ്റെ ആണ് ഗൈസ്. പക്ഷേ അത് കഴിച്ചിട്ട് ഒടുക്കത്തെ ടേസ്റ്റും ആയിരുന്നു. എരിഞ്ഞിട്ട് മനുഷ്യൻ്റെ മുഖം, ഞാൻ കുറേ വെള്ളം എടുത്ത് കുടിച്ചു, അത്രയ്ക്ക് എരിവായിരുന്നു അതിന്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ എന്തായാലും ആ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയാണ്. ഇത്രയും ടേസ്റ്റുള്ളൊരു ബീട്രൂട്ടിൻ്റെ ഫസ്റ്റ് ബീട്രൂട്ടാണെന്ന് മനസ്സിലായില്ല, തക്കാളിയുടെ എന്തോ സംഭവമാണെന്നാണ് ഓർത്തത്. പക്ഷേ അതിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ ചെറിയ ചെറിയ പീസസൊക്കെ കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പിന്നെ കിച്ചണിൽ ചെന്നപ്പോൾ അമ്മ അതിൽ നല്ല ഉലുവയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചാളക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഫ്രൈക്കുള്ളതുണ്ട്, ഞാനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പാട്ട് പഠിക്കട്ടെ. നാനു ആവേ മരിയ ആവേ ആവേ. പപ്പേനെ ആര് കൊണ്ടുപോയി? ഓ മൈ ഗോഡ്. റൂത്തുമോൾ എങ്ങനെ ഉണ്ടാക്കി ചിരിക്കണത്? എങ്ങനെയാണ് ചിരിക്കണത്? എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒച്ചത്തി ചിരിക്കണത്? എങ്ങനെ കണ്ണടക്കണ? എങ്ങനെ റൂത്ത്? എങ്ങനെ? പിതാവിൻ്റെയും പുത്രൻ്റെയും കാണിച്ച്. പിതാവിൻ്റെയും മുട്ടുകുത്തി നിന്നേ, മുട്ടുകുത്തി നിന്നേ, മുട്ടുകുത്തി നിന്ന് കൈകൂപ്പ്, കൈകൂപ്പ്, മുട്ടുകുത്തിയിട്ടും കൈകൂപ്പ്. ഡാന്ന് വിളിച്ച് ചേട്ടേ. വാവാ വാവാ. അക്രീം അക്രീം വേണോന്ന് പറഞ്ഞേ. അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ ഗൈസ്, എനിക്കൊരു കമൻറ്റ് വന്നു, എൻ്റെ വീഡിയോസിന് ക്ലാരിറ്റി ഇല്ല, ഫോൺ ഒരെണ്ണം ഹസ്ബൻഡിനോട് പറഞ്ഞ് മേടിച്ച് തരാൻ പറഞ്ഞില്ലേന്ന്. അത് സത്യമാണ് കേട്ടോ, വീഡിയോസിന് ക്ലാരിറ്റി ഇല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണെന്ന് പറഞ്ഞാൽ പോക്കോൻ്റെ ഒരു ഫോണാണ്. പിന്നെ ഡിനുവിനുള്ളത് ഐഫോണാണ്. അതിലും ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് എന്തോ എനിക്കറിയില്ല ഗൈസ്. ഞാൻ സാധാരണയായിട്ടുള്ള വീഡിയോസ് എടുത്തേ എനിക്ക് ശീലമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലെ സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കേണ്ടത്. പിന്നെ റിംഗ് ലൈറ്റൊക്കെ വേണം, അതൊക്കെ ഞാൻ സെറ്റാക്കും. എന്തായാലും ചാനലൊക്കെ ഒന്ന് റീച്ചായി കഴിഞ്ഞാൽ ഞാൻ എല്ലാം മേടിക്കും ഗൈസ്. അപ്പോൾ ഇത് നേരത്തെ നമ്മളെടുത്ത് ഉണക്കാൻ വെച്ച ബേ ലീഫ് കണ്ടോ ഗൈസ്, അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അമ്മ കളക്ട് ചെയ്യും കേട്ടോ, പൊക്കത്ത് പോകുമ്പോഴാണ് ഇത് പറിക്കാറ്. അപ്പോൾ 2-3 ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് ബിരിയാണിക്കും ഇറച്ചിക്കറിക്കും ചിക്കൻ കറിക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ലൂക്കിന് നന്നായിട്ട് പനി വന്നു. അപ്പോൾ നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു, പേടിക്കണ്ടല്ലോ എന്നോർത്തു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ബായ്.